ഒരു ആവേശക്കാഴ്ചയിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലമേള നടത്തുവാൻ തീരുമാനിച്ചതോടെ വീണ്ടും കുട്ടനാട്ടിലെ ജനങ്ങളും വള്ളംകളി പ്രേമികളും ആവേശത്തിലാണ്. ഈ മാസം 28-നാണ് പുന്നമടക്കായലിൽ മത്സര വള്ളംകളി നടക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് ഇനി കുട്ടനാട്ടിലെ ജനങ്ങൾ. ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് വള്ളംകളിയുടെ ആവേശക്കാഴ്ചകൾ പങ്കുവയ്ക്കാനായി. ഷാജി, ഗുഡ് മോർണിംഗ്. അങ്ങനെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വള്ളംകളി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓളപ്പരപ്പിലെ ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി കുട്ടനാട് ആലപ്പുഴ ഉണരാൻ പോവുകയാണ്. പക്ഷേ ഓളപ്പരപ്പിൽ ആവേശം വാരി വിതറുമ്പോഴും നമുക്ക് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ഷാജി, ഗുഡ് മോർണിംഗ്. ഇത് എവിടെയാണ് നിൽക്കുന്നത്? നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിന് ശേഷം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇവിടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് ഞാനിങ്ങോട്ട് മാറി. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ടാണ് നമ്മൾ ലൈവിലേക്ക് നിൽക്കുന്നത്. എന്തായാലും കുട്ടനാടും അതോടൊപ്പം തന്നെ നമുക്ക് കാണാം, ഇപ്പം പവലിയൻ്റെ പണിയൊക്കെ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 10-20 ദിവസം 28-ആം തീയതി ആണല്ലോ നമുക്കിപ്പോൾ വള്ളംകളി വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വള്ളംകളിക്കുള്ള ഒരുക്കങ്ങളൊക്കെയായി ബോട്ട് ക്ലബ്ബുകളൊക്കെ താൽക്കാലികമായിട്ട് അവരുടെ പരിശീലനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണ് പുന്നമടക്കായലിൽ, ഞാൻ നിൽക്കുന്ന ഈ പുന്നമടക്കായലിൽ മത്സര വള്ളംകളി നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ അവർ 2 മാസത്തിന് മുൻപ് തന്നെ നടത്തിയിരുന്നു. പലരും കപ്പടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇതിനിടയിൽ സിനിമാ താരങ്ങളൊക്കെ വരുന്നു. ഓരോ ടീമിനും ആവേശം നൽകിക്കൊണ്ട് അവരുടെയൊക്കെ വരവും വളരെയധികം ആവേശത്തിലായിരുന്നു. ഈ നമ്മുടെ വയനാട് ദുരന്തത്തിന് മുൻപ് വരെ വളരെ ഒരു ആവേശമായിരുന്നു നമുക്ക് കുട്ടനാട്ടിൽ കാണാൻ സാധിക്കുന്നത്. കാര്യം ഏത് വള്ളം ജയിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. 20 ചുണ്ടൻ വള്ളങ്ങൾ ഇത്തവണ മത്സരത്തിനായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തം 70 വള്ളങ്ങളുണ്ട്, ചെറുവള്ളങ്ങളടക്കം. എന്തായാലും 28-ാം തീയതി നടക്കുന്ന മത്സര വള്ളംകളിയിൽ ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ 10-15 ദിവസത്തെ പരിശീലനങ്ങൾ നമുക്കറിയാം. ക്യാമ്പുകളൊക്കെ തന്നെ, പ്രത്യേക ക്യാമ്പുകളാണ് ഈ വള്ളംകളിക്ക് നടക്കുന്നത്. അവരെയൊക്കെ തന്നെ ഈ 10, 100, 120 പേരെയും ഒരേ സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് അവർക്കുള്ള ഭക്ഷണവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസും ഇത്തരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അത് ഈ വള്ളംകളി ഈ ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയതോടുകൂടി ചെറിയ ഒരു അനിശ്ചിതത്വം വന്ന് ടീമുകളൊക്കെ തന്നെ, ക്ലബ്ബുകളൊക്കെ തന്നെ ക്യാമ്പുകൾ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവർക്ക് വലിയൊരു ചിലവ് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി നിർത്താൻ കഴിയില്ല. കാര്യം ഇത്രയും ദിവസം അവർ പരിശീലനം നടത്തിയത് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം. കാര്യം 1200 വരുന്ന ആളുകൾ, തൊഴിൽക്കാരും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ളവരുമൊക്കെ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ തന്നെ ഭക്ഷണ ചിലവടക്കം വലിയൊരു തുകയാണ്. പലരും സ്പോൺസറുടെ പച്ചയിലൊക്കെ തന്നെയാണ് നിന്ന് പോകുന്നത്. മറ്റു ചിലരൊക്കെ തന്നെ സ്വന്തം പണം മുടക്കി എല്ലാ കരക്കാരുടെ പണത്തിലൊക്കെ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇത്തവണ വലിയൊരു ഭാരിച്ച ചിലവ് അവർക്കൊക്കെ ഈ ക്ലബ്ബുകൾക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു നേരിയ മന്നിപ്പുണ്ട്. പക്ഷേ എങ്കിലും വള്ളംകളിയൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കടവില്ല, അതിൻ്റെ അകത്ത് അവർക്ക് പട്ടിണിയില്ല, വെള്ളപ്പൊക്കമില്ല, ഒന്നുമില്ല. അത് അവരുടെ ആവേശം. അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് അതിഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സങ്കടമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും സർക്കാർ അതിനോടൊരു ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിച്ചത്. കാരണം വള്ളംകളി നടത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ എല്ലാ സഹായവുമായി കൂടെ ഉണ്ടാകുമെന്ന് സർക്കാർ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ആ വയനാട് ദുരന്തത്തിൻ്റെ ഒരു വലിയ ഒരു ഷോക്ക് നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. ഇപ്പോൾ അത് വീണ്ടും നമ്മൾ തുടങ്ങാൻ അതിലേക്ക് വരുമ്പോൾ, ഷാജി, കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളംകളി ഓർമ്മയുണ്ടോ? നമ്മളെല്ലാവരും കൂടി ആ ചുണ്ടൻ വള്ളത്തിൽ കയറി അതിൻ്റെ പ്രാക്ടീസിനായി തുഴഞ്ഞു പോയതൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ശരത്തും മനുവൊക്കെ തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ തന്നെ ചുണ്ടൻ വള്ളത്തിൽ കയറി ആദ്യമായിട്ട് ഒരു ഇടുക്കിക്കാരൻ ചുണ്ടൻ വള്ളത്തിൽ കയറുന്നതിൻ്റെ ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. കഷ്ടിച്ച് പലതവണ ജീവൻ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. കാര്യം ഈ ചുണ്ടൻ വള്ളത്തിൽ കയറി നിൽക്കുമ്പോൾ മനു വിചാരിച്ച് അത് വളരെ ഈസി ആയിരിക്കും, തുഴച്ചിൽ വളരെ ഈസി ആയിരിക്കും. പക്ഷേ വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റാർട്ടിൽ ആ തുഴയിട്ടൊരു വലിയുണ്ട്. ആ വലിയിൽ ഒരുമാതിരിപ്പെട്ട യാതൊരു പരിശീലനം ഇല്ലാതെ വള്ളത്തിൽ കയറി നിൽക്കുന്നവർ വെള്ളത്തിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. അങ്ങനെ ലൈവ് ചെയ്തുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്ന ശരത്തും മനുവും കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വള്ളം നമ്മൾ കുട്ടനാട്ടിൽ നിന്നും UBCയുടെ പരിശീലനം എടുക്കുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു. അവരുടെ വിസിലടിച്ച് ആദ്യ തുടയിട്ടപ്പോൾ തന്നെ മനു താഴത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തവണയും മനു പൂർണ്ണമായിട്ടും നിങ്ങൾ നമ്മുടെ ഫുൾ ടീമുമായിട്ട് വരിക, നമുക്ക് ഇത്തവണയും ഫുൾ ടീമുമായിട്ട് തന്നെ കുട്ടനാട്ടിൽ നിന്നും വള്ളംകളിയും അവരുടെ പരിശീലനവും അത്തരം കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. മനു.